PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ 2 ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും. അതുകൂടാതെ കാലത്ത് 6 മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് ലൈവായിട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമമാണ് അയ്യപ്പൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 ആചരിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100ാം വാർഷികം. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന അംഗങ്ങൾ 12 ആണ്. 12. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി, ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്തൻ. SNDP രൂപീകരിക്കപ്പെട്ട വർഷം? SNDP രൂപീകരിക്കപ്പെട്ടത് 1903. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹരിയാന. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാന. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയൻ? ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേ ഒരു കേരളീയനാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡാണ്. ഹിരാക്കുഡ്. കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. അടുത്തത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കൈത്താങ് പദ്ധതി. കൈത്താങ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്ത്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം എത്രയാണ്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ ബി ആണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ വളരെ കുറച്ചുകാലം പ്രധാനമന്ത്രിയായിരുന്നത് ചരൺ സിംഗ് ആണ്. ചരൺ സിംഗ്. ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തലയാണ്. അഗർത്തല. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഓപ്ഷൻ ബി ആണ്, 1888. 1888. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണം? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണ്? സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വെച്ചാണ്? ബുദ്ധമത സമ്മേളനം ആദ്യമായി നടക്കുന്നത് രാജഗൃഹം. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി? 1905 ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭുവാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ് ആരംഭിക്കുന്നത്? മീററ്റിലാണ്. മീററ്റ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. എന്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളാണ് എന്ന് തെളിയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലാല ലജ്പത് റായ് ആണ്. എന്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയുമെന്ന് പറഞ്ഞത്.
പ്രസിദ്ധമായ പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? പക്ഷിപ്പാതാളം വയനാട് ജില്ല. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി BR അംബേദ്കർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി ആണ് MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്. മൂലധനം എന്ന കൃതി രചിച്ചത് ആര്? മൂലധനം എന്ന കൃതി രചിച്ചത് കോൾമാർക്സ് ആണ്. കോൾമാർക്സ്. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സമപന്തി ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠ സ്വാമികൾ. മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്ന് സ്വീകരിച്ചതാണ്? മൗലിക അവകാശങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് സ്വീകരിച്ചത്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരം. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. പഴയ എക്കൽ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഭംഗർ എന്ന് പറയുന്നത്. ഭംഗർ. മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? ഏത് വിഭാഗമാണ്? ബ്രാഹ്മണ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മണ്ഡൂക ശ്ലോകം വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഔറംഗസേബ് ആണ്. ഔറംഗസേബ്. തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എപ്പോൾ? തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്? ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത് സിന്ധു നദിയാണ്. സിന്ധു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻ ഡി ഒട്ടകമാണ്. ഒട്ടകം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഓപ്ഷൻ ബി ആണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ്. മേഘാലയയിലാണ് ചിറാപുഞ്ചി. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം? ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് 36. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമയത്തെ ഉത്തരം ജമ്മു കാശ്മീർ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെയാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം? ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടുകൂടി ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് കൊൽക്കത്തയിലാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആര്? ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26. രാജ്യസഭയുടെ അധ്യക്ഷനാരാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാരാണ്? ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 2005. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കുങ്കുമ നിറം. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ്? ദേശീയ ഗാനം ആലപിക്കുന്നതിന് എടുക്കുന്ന സമയം 52 സെക്കൻഡ് ആണ്. ഷോർട്ട് ആണെങ്കിൽ അത് 20 സെക്കൻഡ് ആയിരിക്കും വരിക. ഷോർട്ട് ആണെങ്കിൽ 20, അല്ലാതെ 52. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരമാണ് ചോദിച്ചിരിക്കുന്നത്. ചമ്പാരൻ സമരം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെ.
ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആന്ധ്രാപ്രദേശ് ആണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിന്റെ കീഴിലായിരുന്നു? ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ കീഴിലായിരുന്നു, പോർച്ചുഗൽ. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത് 1965. ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ദെൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ല ഓപ്ഷൻ സി, കോട്ടയം. കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ കോർപ്പറേഷനാണ് അവസാനം രൂപീകരിക്കുന്നത്. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക്, ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാറിലാണ്, നെയ്യാർ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാ? കഞ്ചിക്കോടാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാണ് PT ഉഷ. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകര. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം? വിശ്വാസികൾ കൂടുതലുള്ള സംസ്ഥാനം കേരളം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം? വക്കം മൗലവിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ബാക്കി അൽ ഇസ്ലാം, മുസ്ലിം, സ്വദേശാഭിമാനി ഇതെല്ലാം വക്കം മൗലവിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആര്? VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളതാണ്. ബാക്കി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കോട്ട്സ് ആണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം. ഇനി കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം ഇരവിപേരൂർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? അയ്യങ്കാളി സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം? ഓപ്ഷൻ ഡി 1956. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്, ത്വക്ക്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവിയാണ് ഈഡിസ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് ഇരുമ്പ് കേട്ടോ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഇരുമ്പ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ജീവകം ഡി. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ സി ആണ്, വൈറസ്. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്, കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അരിയിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകം ഏതാണ്? അന്നജമാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരട്ടെ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്